ക്വസ്റ്റ്യൻ നോക്കാം. രജനിക്ക് പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങളിൽ കല്ലുമാലയും കമ്മലുമുണ്ട്. എത്ര രീതികളിൽ രജനിക്ക് മാലയും കമ്മലും അണിയാം? ഒരു ദിവസം രജനി ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത എന്താണ്? വ്യത്യസ്ത നിറമുള്ളതോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ രജനിയുടെ ചെയിൻ ഏതൊക്കെ കളറിലാണുള്ളത്? ചെയിൻ ഗ്രീൻ, ബ്ലൂ, റെഡ് കളറിലുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഇയർ റിങ്സും ഏതൊക്കെ കളറിലുണ്ട്? ഗ്രീൻ കളറിലുള്ളതുണ്ട്, ബ്ലൂ കളറിലുള്ളതുണ്ട്, റെഡ് കളറിലുള്ള ഇയർ റിങ്സ് രജനിക്കുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ രജനിക്ക് മാലയും കമ്മലും കൂടി അണിയാൻ പറ്റും? ഏതൊക്കെ തരത്തിൽ അണിയാം? ഗ്രീന് ചെയിൻ ഇടുമ്പോൾ ഗ്രീൻ ഇയർ റിങ് ഇടാം, അപ്പോൾ ഗ്രീൻ ഇടാം. ഇനി അടുത്തത് ഗ്രീൻ ഇടുമ്പോൾ ബ്ലൂ ഇടാം, ബ്ലൂ കമ്മലിടാം. ഗ്രീൻ ചെയിനും ബ്ലൂ ഇയർ റിങ്ങും. അടുത്തത് ഗ്രീൻ ചെയിനും റെഡ് ഇയർ റിങ്ങും. അതുപോലെ ബ്ലൂ ചെയിൻ ഇടുമ്പോൾ ഗ്രീൻ ഇയർ റിങ് ഇടാം, ബ്ലൂ ചെയിൻ ഇടുമ്പോൾ ബ്ലൂ ഇയർ റിങ് ഇടാം, ബ്ലൂ ചെയിൻ ഇടുമ്പോൾ റെഡ് ഇയർ റിങ് ഇടാം. അങ്ങനെ റെഡ് ചെയിൻ ഇടുമ്പോൾ ഗ്രീൻ ഇടാം, റെഡ് ചെയിൻ ഇടുമ്പോൾ ബ്ലൂ ഇയർ റിങ് ഇടാം, റെഡ് ചെയിൻ ഇടുമ്പോൾ റെഡ് ഇയർ റിങ് ഇടാം. ഇത് മുഴുവൻ എഴുതി നോക്കണമെന്നൊന്നുമില്ല, ഇത് എഴുതേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ചെയിൻ എത്ര തരത്തിലിടാൻ പറ്റും? അല്ല, ചെയിൻ എത്ര കളറുണ്ട്? 3 കളേഴ്സ് ഉണ്ട്. ഇയർ റിങ് എത്ര കളേഴ്സ് ഉണ്ട്? 3 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 3 കളേഴ്സ് ഇവിടെയും ഈ 3 കളേഴ്സ് ഇവിടെയും വെച്ചിട്ട് നമുക്ക് എത്ര പെയേഴ്സ്, എത്ര ജോഡികൾ ഉണ്ടാക്കാൻ പറ്റും? 3 × 3 എത്ര പെയേഴ്സ് കിട്ടും? 9 പെയേഴ്സ് കിട്ടും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. എത്ര തരത്തിലിടാൻ പറ്റും? 9 തരത്തിൽ, 9 തരത്തിൽ രജനിക്ക് മാലയും കമ്മലും കളറുകൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇടാൻ പറ്റും. ഈ മൊത്തം 9 തരത്തിലിടാവുന്നതിൽ ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനായി ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഒരേ കളർ വരണം. അതായത് ചെയിൻ ഗ്രീൻ ആണെങ്കിൽ ഇയർ റിങ്ങും ഗ്രീൻ തന്നെ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ആദ്യം പോസിബിൾ ഔട്ട്കംസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം, ഫേവറബിൾ ഔട്ട്കംസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഒരേ നിറമുള്ള ഔട്ട്കംസ് ഏതൊക്കെ ജോഡികളായിട്ടാണ് കിട്ടുക? ഗ്രീനും, പിന്നെ ബ്ലൂ വന്നു കഴിഞ്ഞാൽ ബ്ലൂ കമ്മൽ തന്നെ വേണം. ഇനി റെഡ് ചെയിൻ ആണെങ്കിൽ റെഡ് ഇയർ റിങ് തന്നെ വേണം. അപ്പോൾ എത്ര ഫേവറബിൾ ഔട്ട്കംസ് ഉണ്ട്? 3 എണ്ണം. ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 9 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്താണ്? 3/9, ദാറ്റ് ഈസ് 1/3. ഇനി നമുക്ക് വ്യത്യസ്ത നിറത്തിൽ മാലയും കമ്മലും അണിയാനുള്ള സാധ്യത നോക്കാം. ഒരേ നിറത്തിൽ അണിയാനുള്ള ജോഡികൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 3 എണ്ണം അല്ലേ? 9, മൊത്തം 9 പെയേഴ്സിൽ 3 പെയേഴ്സാണ് എങ്ങനെ വന്നത്? ഒരേ കളറിൽ വന്നത്. അപ്പോൾ ബാക്കി എല്ലാ പെയേഴ്സും എന്തായിരിക്കും? വ്യത്യസ്ത കളറിലായിരിക്കും. അപ്പോൾ ബാക്കി എത്ര പെയേഴ്സ് ഉണ്ട്? 9 - 3, 6 പെയേഴ്സ് എന്താണ്? വ്യത്യസ്ത കളറുകളിൽ വരുന്ന പെയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ജോഡികളായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എത്രയായിരിക്കും? 6/9, അതായത് 2/3 ആണ് വ്യത്യസ്ത കളറിൽ കമ്മലുമാല അണിയാനുള്ള സാധ്യത. ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പെട്ടിയിൽ 1, 2, 3, 4 എന്നീ സംഖ്യകൾ എഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1, 2 എന്ന് എഴുതിയ 2 കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? തുക ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയോ? അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ 4 കടലാസ് കഷ്ണങ്ങളുണ്ട്, സെക്കൻഡ് ബോക്സിൽ 2 കടലാസ് കഷ്ണങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ബോക്സിൽ നിന്നും ഓരോ കടലാസ് കഷ്ണം വീതം എടുക്കാണ്. അങ്ങനെ നമുക്ക് എത്ര ജോഡി ഉണ്ടാക്കാൻ പറ്റും? അതായത് ആദ്യത്തെ ബോക്സിൽ നിന്ന് 1 എടുത്തു, രണ്ടാമത്തെ ബോക്സിൽ നിന്നും 1 കടലാസ് കഷ്ണം എടുത്തു. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ നിന്ന് എടുത്തത് ഇപ്പോൾ 1 എന്നെഴുതിയ നമ്പറുള്ള കടലാസ് കഷ്ണമാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 1 എഴുതിയ കടലാസ് കഷ്ണമാണ് കിട്ടിയെന്ന് വെച്ചു. അപ്പോൾ ജോഡി എന്തായി? 1, 1. ഇനി ആദ്യത്തെ ബോക്സിൽ നിന്ന് 2 എന്ന് എഴുതിയ കടലാസ് കഷ്ണം കിട്ടി, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 1 എന്ന് എഴുതിയ കടലാസ് കഷ്ണം. അപ്പോൾ ജോഡി എങ്ങനെ കിട്ടി? 2, 1. അടുത്തത് 3 എന്ന് എഴുതിയ കടലാസ് കഷ്ണമായിരിക്കാം, രണ്ടാമത്തേന്ന് 2 എന്ന് എഴുതിയതായിരിക്കാം. ഇങ്ങനെ നമുക്ക് എത്ര ജോഡികൾ കിട്ടും? അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ എത്ര കടലാസ് കഷ്ണങ്ങളുണ്ട്? 4 എണ്ണം ഉണ്ട്. ഈ ബോക്സിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പം മൊത്തം നമുക്ക് എത്ര ജോഡികൾ ഉണ്ടാക്കാൻ പറ്റും? ഈ 4 കടലാസ് കഷ്ണവും
പിന്നെ ഈ ബോക്സിലെ 2 കടലാസ് കഷ്ണങ്ങളും തമ്മിൽ എത്ര ജോഡി ഉണ്ടാക്കാം? 4 × 2 8 ജോഡികൾ ഉണ്ടാക്കാം, 8 പെയർസ് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായില്ല? ആദ്യത്തെ ബോക്സിലെ 4 പീസസ് ഉണ്ട്, അടുത്ത ബോക്സിലെ 2 പീസസ്, അങ്ങനെ ഈ 4 × 2 പീസസ് തമ്മിൽ 8 പെയർസ് ഉണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ കിട്ടുന്ന പെയർസിലെ ഓരോ പെയറിലെയും നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഒറ്റ സംഖ്യ അഥവാ ഓഡ് നമ്പർ കിട്ടണം. മനസ്സിലായ? ഇപ്പോൾ ഒരു പെയർ നമ്മൾ ജസ്റ്റ് എക്സാമ്പിളിന് കൺസിഡർ ചെയ്യാം. 1 ആദ്യത്തെ ബോക്സിൽ നിന്ന് 1 എടുത്തു, പിന്നത്തെ ബോക്സിൽ നിന്ന് 2 എടുത്തു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സം എത്രയാണ്? 1 + 2 3. അപ്പോൾ അത് ഒറ്റ സംഖ്യയായി. അങ്ങനെ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യതയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഒറ്റ സംഖ്യ കിട്ടുന്ന പെയേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം അല്ലേ? മൊത്തം എത്ര പെയേഴ്സ് ഉണ്ട്? 8 പെയേഴ്സ് ഉണ്ട്. ഈ 8 പെയേഴ്സിൽ എത്ര പെയർ തുക ഒറ്റ സംഖ്യയായിട്ട് വരുന്നുണ്ട് എന്ന് നോക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, 2 ഇരട്ട സംഖ്യകളും 2 ഒറ്റ സംഖ്യകളും കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 ഈവൻ നമ്പേഴ്സും 2 ഓഡ് നമ്പേഴ്സും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എപ്പോഴും എന്താ കിട്ടുക? ഈവൻ നമ്പേഴ്സാണ് കിട്ടുക. നിങ്ങൾ ഇനി ഓഡ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഓഡ് നമ്പർ കിട്ടുക. അത് ഓർത്തിരിക്കുക. ഒരു ഓഡ് നമ്പറും ഒരു ഈവനും, അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പറും ഒരു ഓഡ് നമ്പറും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓഡ് നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ജോഡികളിൽ നമുക്ക് ഓഡ് നമ്പർ തുകയായിട്ട് കിട്ടാനുള്ള സാധ്യതയുള്ള ജോഡികൾ ഏതൊക്കെയാണ് നമുക്ക് എടുത്തെഴുതാം. ആദ്യത്തെ പെട്ടിയിൽ നിന്ന് ഓഡ് നമ്പറായ 1 എടുത്തു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് ഓഡ് നമ്പർ എടുക്കണോ അതോ ഈവൻ നമ്പർ എടുക്കണോ? ഈവൻ നമ്പർ എടുക്കണം അല്ലേ? കാരണം ഓഡ് നമ്പർ പ്ലസ് ഈവൻ നമ്പർ, അല്ലെങ്കിൽ ഈവൻ നമ്പർ പ്ലസ് ഓഡ് നമ്പർ ആണ് എന്ത്? ഓഡ് നമ്പർ കിട്ടുക. അപ്പോൾ 1 എടുക്കുമ്പോൾ ഈവൻ നമ്പറായ 2 എടുത്തു. നെക്സ്റ്റ് ഈവൻ നമ്പറായ 2 എടുത്തപ്പോൾ ഓഡ് നമ്പറായ 1 എടുക്കുക. അടുത്ത ജോഡി എന്തായിരിക്കും? ഓഡ് നമ്പറായ 3യും അടുത്ത പെട്ടിയിൽ നിന്ന് ഈവൻ നമ്പറായ 2ഉം. പിന്നെ അടുത്തത് ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഈവൻ നമ്പറായ 4ഉം ഓഡ് നമ്പറായ 1ഉം. അപ്പോൾ ഏതൊക്കെ പെയേഴ്സ്? 1 2, 2 1, 3 2, 4 1. അപ്പോൾ ഇതിൻ്റെ തുക എത്രയാണ്? 3. ഈ പെയറിൻ്റെ സമ്മ് 3, ഇതിൻ്റെ സമ്മ് 5, ഇതിൻ്റെ സമ്മും 5. അപ്പോൾ ഇതെല്ലാം ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് സമ്മായിട്ടുള്ള പെയേഴ്സ് എത്ര എണ്ണം കിട്ടി? 4 പെയേഴ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? ഓഡ് നമ്പർ സമ്മായിട്ട് വരുന്ന പെയേഴ്സ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 4/8. ഔട്ട് ഓഫ് 8 പെയേഴ്സ് 4 പെയേഴ്സിലാണ് നമുക്ക് എന്ത് കിട്ടുക? സമ്മ് ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ളത് കിട്ടുക. അതായത് 4/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. ഇനി സം ഓഫ് ഡിജിറ്റ്സ് ഈവൻ നമ്പർ ആവാനുള്ള സാധ്യത നോക്കാം നമുക്ക്. ഏതൊക്കെ നമ്പേഴ്സ് വരുമ്പോഴായിരിക്കും? 1ൻ്റെ കൂടെ 1 വരുമ്പോൾ, അതുപോലെ തന്നെ 2ൻ്റെ കൂടെ 2 വരുമ്പോൾ, പിന്നെ 3യുടെ കൂടെ 1 വരുമ്പോൾ. ഒന്നില്ലെങ്കിൽ എന്തായിരിക്കണം? രണ്ടും ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം. എന്നാലാണ് സം എന്താവുള്ളൂ? ഈവൻ നമ്പർ ആവുള്ളൂ. ഇനി 4 2. അപ്പോൾ എത്ര ജോഡി കിട്ടി? 4. അപ്പോൾ പ്രോബബിലിറ്റി എത്രയാണ്? 4/8 അല്ല 1/2. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആകെ ഉള്ള 8 ജോഡിയിൽ 4 ജോഡി എങ്ങനെയായിരുന്നു? സമ്മ് ഓഡ് നമ്പർ ആവണ ജോഡിയായിരുന്നു. അപ്പോൾ ബാക്കി എത്ര ജോഡിയുണ്ട്? 4 ജോഡി എന്തായിരിക്കും? ഈവൻ നമ്പർ ജോഡികളായിരിക്കും. സമ്മ് ഈവൻ ആവണ ജോഡിയായിരിക്കും. അപ്പോൾ എത്രയാണ് പ്രോബബിലിറ്റി? 4/8 1/2. 1 2 3 4 എന്നിങ്ങനെ എഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും 1 2 3 എന്ന് പറഞ്ഞ നമ്പേഴ്സ് എഴുതിയ 3 കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് കഷ്ണം വീതം എടുത്തിട്ട് എന്തുണ്ടാക്കുകയാണ്? ഓരോ ജോഡികൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് 1 എടുത്തു, അടുത്തതിൽ നിന്ന് 1 എടുത്തു. അപ്പോൾ എന്താ? 1 1. അങ്ങനെ ജോഡികൾ ഉണ്ടാക്കുക, പെയേഴ്സ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ഈ ജോഡികളിലെ നമ്പറുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ, അതായത് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഓഡ് നമ്പർ ആവാനുള്ള ചാൻസാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ 4 പീസും ഈ 3 പീസസും കൂടി എത്ര പെയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? ആദ്യത്തെ ബോക്സിൽ നിന്ന് 4 കടലാസ് കഷ്ണമുണ്ട്, അടുത്ത ബോക്സിൽ
3 കടലാസ് കഷ്ണങ്ങളും കൂടിയിട്ട് എത്ര പെയേഴ്സ് ഉണ്ടാക്കും? 12 പെയേഴ്സ്. ഇതെന്താ എഴുതിയിരിക്കണേ? നമ്മളിങ്ങനെ എടുക്കൂലേ, 1 1 1 2 ഇങ്ങനെ എഴുതി എത്ര ജോഡികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? 12 ജോഡികൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ 12 ജോഡികളിൽ എത്ര ജോഡികളിൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഓഡ് നമ്പർ കിട്ടണം. പ്രൊഡക്റ്റ് എന്തായിരിക്കണം? ഓഡ് നമ്പർ ആയിരിക്കണം. അതായത് എത്ര ജോഡികളിലെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? ഓഡ് നമ്പർ കിട്ടും എന്നുള്ളതിൻ്റെ സാധ്യതയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഓഡ് നമ്പർ പ്രൊഡക്റ്റായിട്ട് കിട്ടുക? 2 ഈവൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം എന്ത് കിട്ടും? ഈവൻ നമ്പർ കിട്ടും അല്ലേ? ഈവൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈവൻ നമ്പർ കിട്ടും. ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? ഈവൻ നമ്പറാണ് കിട്ടുക. എന്നാൽ 2 ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലോ? 2 ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓഡ് നമ്പർ പ്രൊഡക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ? ഒരു ഓടും ഒരു ഈവനും ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? ഈവൻ നമ്പർ ആയിരിക്കും കിട്ടുക. 2 ഈവൻ നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഈവൻ നമ്പർ കിട്ടും. പക്ഷേ 2 ഓഡ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഓഡ് നമ്പർ കിട്ടുക. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് എന്തുണ്ടാക്കാം? പെയേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഏത് നമ്പേഴ്സ് വരേണ്ടി വരും? ഓഡ് നമ്പർ പ്രൊഡക്റ്റായി കിട്ടണമെങ്കിൽ ഓഡ് നമ്പർ ഇൻറ്റു ഓഡ് നമ്പർ തന്നെ വേണം അല്ലേ? അപ്പോൾ ആദ്യത്തെ ബോക്സിൽ നിന്ന് ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയുള്ളത്? എത്ര പീസസ് ഉണ്ട്? 2 പീസസ് ആണുള്ളത്. 1 3 എന്ന് എഴുതിയ 2 കടലാസ് കഷ്ണങ്ങളിലാണ് എന്തുള്ളത്? ഓഡ് നമ്പേഴ്സ് വരുന്നത്. അടുത്ത ബോക്സിലോ അവിടെയും ഇത് തന്നെ 1 എന്ന് എഴുതിയൊരു കടലാസ് കഷ്ണവും 3 എന്ന കടലാസ് കഷ്ണത്തിലുമാണ് എന്ത് വരുന്നത്? ഓഡ് നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇവിടെയും 2 എണ്ണം. ഈ 2 കടലാസ് കഷ്ണങ്ങളും ഈ 2 കടലാസ് കഷ്ണങ്ങളും തമ്മിൽ എത്ര ജോഡികൾ ഉണ്ടാക്കും? 2 × 2 4 ജോഡി. അപ്പോൾ ഓഡ് നമ്പർ പ്രൊഡക്റ്റായി കിട്ടുന്നത് എത്ര ജോഡികളിലാണ്? 4 ജോഡികളാണ്. മനസ്സിലായോ? അതായത് ആദ്യത്തെ ബോക്സിൽ നിന്ന് 2 പീസസ് എടുക്കാം. രണ്ടാമത്തെ ബോക്സിൽ നിന്നും 2 പീസസ് മാത്രമാണ് ഓഡ് നമ്പറായിട്ട് വരുള്ളൂ. ഈ 2 പീസസും ഈ 2 പീസസും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ജോഡികൾ, ഇപ്പോൾ ജോഡി എഴുതി കാണിച്ചു തരാം. 1 1 1 3. അടുത്തത് ആദ്യത്തെ ബോക്സിൽ നിന്ന് 3, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 1, പിന്നെ ആദ്യത്തെ ബോക്സിൽ നിന്ന് 3, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 3. ഇതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും അല്ലേ? ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 9. പ്രൊഡക്റ്റ് എല്ലാം എന്താണ്? 9 ഓഡ് നമ്പറാണ്. അതായത് ഓഡ് നമ്പേഴ്സ് കിട്ടുന്ന എത്ര ജോഡികൾ ഇപ്പോൾ നമുക്ക് കിട്ടി? 4 പെയേഴ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? പ്രോബബിലിറ്റി ഈക്വൽ ടു മൊത്തം 12 പെയറിൽ 4 ജോഡി എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഓഡ് നമ്പേഴ്സ് കിട്ടുന്ന സംഖ്യകൾ എഴുതിയ ഇതായിരിക്കും. അപ്പോൾ 4/12 എന്ന് പറഞ്ഞാൽ എന്താ? 1/3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രൊഡക്റ്റ് ഈവൻ നമ്പർ ആവാനുള്ള ചാൻസ് എത്രയാണ്? പ്രൊഡക്റ്റ് ഈവൻ നമ്പർ ആവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങളിരുന്ന് ഈവൻ നമ്പർ കിട്ടണ ജോഡികളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് പ്രൊഡക്റ്റ് ഓഡ് നമ്പർ ആവാൻ ഉള്ള സാധ്യതയുള്ള നമ്പേഴ്സ് എത്ര പെയേഴ്സാണ്? 4 ആണ്. അപ്പോൾ 12 പെയറിൽ 4 പെയർ എന്താണ്? ഓഡ് നമ്പർ ആണെങ്കിൽ ബാക്കി പെയേഴ്സ് എല്ലാം എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും അല്ലേ? അപ്പോൾ 8 പെയേഴ്സാണ് എന്ത്? ഈവൻ നമ്പർ ആവാനുള്ള ഈവൻ നമ്പറായിട്ട് കിട്ടുക പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ സാധ്യത എന്തായിരിക്കും? പ്രോബബിലിറ്റി എങ്ങനെയാണ് കാണാം? പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നമ്പർ കിട്ടാനുള്ള പെയേഴ്സ് എത്ര എണ്ണമാണ്? 8 എണ്ണം. എത്ര ടോട്ടൽ പെയേഴ്സ് എത്ര എണ്ണം? 12. അങ്ങനെയാണെങ്കിൽ 8/12, അതായത് 2/3. അപ്പോൾ ഓഡ് നമ്പർ കിട്ടാനായിട്ട് 1/3യും ഈവൻ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോബബിലിറ്റി 2/3യുമാണ്. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണ്? 1 2 3 എന്നീ അക്കങ്ങൾ വെച്ചിട്ട് 2 അക്ക സംഖ്യകൾ എഴുതാം. ഈ എഴുതിയ 2 അക്ക സംഖ്യകളിൽ 2 അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്താണെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 1 2 3
എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലേ. കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം നമുക്ക് എത്ര അക്കങ്ങൾ, രണ്ടക്കങ്ങൾ എഴുതാൻ പറ്റും? ഈ 3 നമ്പേഴ്സും വെച്ചിട്ട് 3 × 3 9 അക്കങ്ങൾ എഴുതാൻ പറ്റും. അതായത് എങ്ങനെ എഴുതാം? 1 1 1 2 1 3. ഇനി 2 വെച്ച് തുടങ്ങാം. 2 1 2 2 3 3 2 3. ഇനി അടുത്തത് 31 32 33. ഇങ്ങനെ എത്ര നമ്പേഴ്സ് കിട്ടി നമുക്ക്? 9 നമ്പേഴ്സ് കിട്ടി. 9 2 ഡിജിറ്റ് നമ്പേഴ്സ് കിട്ടി. ഈ 9 2 ഡിജിറ്റ് നമ്പേഴ്സിൽ എത്ര നമ്പേഴ്സ് രണ്ടക്കങ്ങളും തുല്യമായിട്ടുള്ളതുണ്ടെന്ന് നോക്കാം. എത്ര നമ്പേഴ്സ് ഉണ്ട് രണ്ടക്കങ്ങളും തുല്യമായത്? 11 22 33. ഈ 3 നമ്പേഴ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ വരുമോ തുല്യമായിട്ടുള്ളത്? ഇല്ല. അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ട്? 1 2 3. 3 നമ്പേഴ്സാണ് തുല്യമായിട്ട്, അക്കങ്ങൾ തുല്യമായിട്ടുള്ള രണ്ടക്ക സംഖ്യ കിട്ടുന്നത്. ഇനി മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ടായിരുന്നു? 9 രണ്ടക്ക സംഖ്യകളുണ്ടായിരുന്നു. 9 രണ്ടക്ക സംഖ്യകളിൽ 3 രണ്ടക്ക സംഖ്യകളാണ് എന്ത് കിട്ടുക? നമ്പേഴ്സ് തുല്യമായിട്ട് വരാം. അപ്പോൾ അതിൻ്റെ സാധ്യത എത്രയാണ്? 3/9 അഥവാ 1/3. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ എന്താണ്? അക്കങ്ങളുടെ തുക 4 ആകാനുള്ള സാധ്യത. അക്കങ്ങളുടെ തുക 4 ആവണം. അപ്പോൾ ഫസ്റ്റത്തെ ഏതക്കങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സംഖ്യ ഉണ്ടാക്കണേ? 1 2 3 എന്നീ അക്കങ്ങൾ വെച്ചിട്ട്. അപ്പോൾ ആദ്യം 1 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തുക എന്ത് കിട്ടണം? 4 കിട്ടണം. അപ്പോൾ 1 കൂടി എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് തുക 4 കിട്ടുക? 3. അപ്പോൾ 13 നമ്പർ കിട്ടി. ഇനി അടുത്ത നമ്പർ 2 കൂടി എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് തുക 4 കിട്ടുക? 2 2 + 2 4. അപ്പോൾ 22 എന്ന നമ്പർ കിട്ടി. ഇനി 3 കൂടി എന്ത് ആഡ് ചെയ്യുമ്പോൾ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. അപ്പോൾ 31. ഈ 3 നമ്പേഴ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ നമുക്ക് സമ്മ് 4 ആയിട്ട് വരുന്നത് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ എത്ര നമ്പേഴ്സ് കിട്ടി നമുക്ക്? 13 22 31 എന്നിങ്ങനെ 3 നമ്പേഴ്സാണ് തുക 4 കിട്ടുന്ന അക്കങ്ങളുള്ള നമ്പേഴ്സ്. അതായത് 3 മൊത്തം എത്ര നമ്പേഴ്സ് ഉള്ളത്? 9. അപ്പോൾ ഇതിൻ്റെയും പ്രോബബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 പേർ തമ്മിലുള്ള ഒരു കളി. ഓരോരുത്തരും ഒറ്റസംഖ്യ വേണോ ഇരട്ടസംഖ്യ വേണോ എന്ന് ആദ്യം തീരുമാനിക്കണം. 2 പേരും ഒരു കൈയിലെ കുറേ വിരലുകൾ ഒരുമിച്ച് ഉയർത്തുന്നു. ആകെ വിരലുകളുടെ എണ്ണം ഒറ്റസംഖ്യ ആണെങ്കിൽ അത് ആദ്യമേ എടുത്തയാൾ ജയിച്ചു. ഇരട്ടസംഖ്യയാണെങ്കിൽ അത് എടുത്തയാളും. ഈ കളിയിൽ ആദ്യം ഒറ്റസംഖ്യ എടുക്കുന്നതാണോ ഇരട്ടസംഖ്യ എടുക്കുന്നതാണോ നല്ലത്? അപ്പോൾ എന്താണ് കളി? 2 കുട്ടികൾ തമ്മിൽ കളിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി ഒരു കയ്യിൽ എത്രയെങ്കിലും വിരൽ കാണിക്കും. 5 വിരലിൽ ഏതെങ്കിലും ഒരു നമ്പർ കാണിക്കും. അപ്പോൾ മറ്റേ കുട്ടിയും വേറൊരു നമ്പർ കയ്യിൽ കാണിക്കും. എന്നിട്ട് ഈ 2 നമ്പറും കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഒറ്റസംഖ്യയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റസംഖ്യ കയ്യിൽ കാണിച്ച കുട്ടി ജയിച്ചു. ഇരട്ടസംഖ്യയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരട്ടസംഖ്യ ആര് കാണിച്ചു ആ കുട്ടി ജയിച്ചു. ഇതാണ് കളി. അപ്പോൾ ഇതിൽ ഒറ്റസംഖ്യ കാണിക്കുന്നതാണോ ഇരട്ടസംഖ്യ കാണിക്കുന്നതാണോ നല്ലത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 2 കുട്ടികളുടെയും അപ്പോൾ ടോട്ടൽ 2 പേരും കൂടി എത്ര ജോഡി നമ്പേഴ്സ് കാണിക്കും? 5 × 5 25 നമ്പേഴ്സാണ് കാണിക്കാൻ പോണത് 2 പേരും കൂടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഒറ്റസംഖ്യയാണോ ആദ്യം കാണിക്കേണ്ടത് ഇരട്ടസംഖ്യയാണോ ആദ്യം കാണിക്കേണ്ടതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി ഒറ്റസംഖ്യ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ജോഡികളാണ് ഒറ്റസംഖ്യ? എങ്ങനെയാണ് ഒറ്റസംഖ്യ കിട്ടുക? ഒരു കണക്കിൽ ഞാൻ പറഞ്ഞതാണ്, കഴിഞ്ഞ ഒരു കണക്കിൽ എങ്ങനെ സമ്മ് ഒറ്റസംഖ്യ വരണമെന്നുണ്ടെങ്കിൽ സമ്മ് ഓഡ് നമ്പർ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവനും ആയിരിക്കണം. ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവനും ആയിരിക്കണം. 2ഉം ഓഡ് അല്ലെങ്കിൽ 2ഉം ഈവൻ ആണെങ്കിൽ എന്ത് കിട്ടും? ഈവൻ നമ്പർ കിട്ടും. ഈവൻ നമ്പർ എങ്ങനെയാണ് കിട്ടുക? ഒന്നില്ലെങ്കിൽ 2ഉം ഈവൻ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ 2 നമ്പറും എന്തായിരിക്കണം? ഓഡ് നമ്പർ. അപ്പോൾ ഓഡ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓടും ഒരു ഈവനും അല്ലെങ്കിൽ ഒരു ഈവനും ഒരു ഓടും തമ്മിൽ ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കുട്ടി കയ്യിൽ കാണിക്കുന്നത് 1 2 3 4 5 എന്നീ നമ്പേഴ്സാണല്ലോ. അതിൽ നമുക്ക് ആ കുട്ടി ഓഡ് നമ്പറാണ് കാണിക്കണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും കാണിക്കുക? 1 3 5. ഇനി അടുത്ത കുട്ടി എന്ത് കാണിക്കണം? ഈവൻ നമ്പർ കാണിക്കണം അല്ലേ? എന്നാലാണ് സമ്മ എന്ത് കിട്ടുള്ളൂ? ഓഡ് നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ ഈവൻ നമ്പർ കാണിക്കണതാണെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും അടുത്ത കുട്ടി കാണിക്കുക?
2 4. അപ്പോൾ ഇവ രണ്ടും തമ്മിൽ ജോഡിയാവുമ്പോഴാണ് ഈ രണ്ട് ഡിജിറ്റിൻ്റെയും സമ്മ് എന്താവുള്ളൂ, ഓഡ് നമ്പർ ആവുള്ളൂ. മനസ്സിലായോ? ആദ്യത്തെ കുട്ടി കാണിക്കുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ രണ്ടാമത്തെ കുട്ടി കാണിക്കുന്നത് എന്തായിരിക്കണം, ഈവൻ നമ്പർ ആവണം. എന്നാലേ ഈ രണ്ട് ഡിജിറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സമ്മ് എന്താവുള്ളൂ, ഓഡ് നമ്പർ ആവുള്ളൂ. അപ്പോൾ ആദ്യത്തെ കുട്ടി എന്ത് കാണിച്ചു, ഓഡ് നമ്പേഴ്സാണ് കയ്യിൽ കാണിച്ചത്. അപ്പോൾ 1 3 5. രണ്ടാമത്തെ കുട്ടി ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്, 2ഉം 4ഉം. അങ്ങനെയാണെങ്കിൽ ഈ 3 നമ്പറും ഈ 2 നമ്പറും വെച്ചിട്ട് എത്ര പെയേഴ്സ് ഉണ്ടാവും, 3 × 2 6. അങ്ങനെ 6 പെയേഴ്സ് ഉണ്ടാവും. ആ പെയേഴ്സിൻ്റെയൊക്കെ സം ആഡ് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും, ഓഡ് നമ്പർ കിട്ടും. ഇനി അടുത്ത കുട്ടി വീണ്ടും ആദ്യത്തെ കുട്ടി ഇനി ഈവൻ നമ്പർ കാണിച്ചു എന്ന് വിചാരിച്ചോ. ആദ്യത്തെ കുട്ടി 2 4 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സാണ് വിരലുകളിൽ കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കുട്ടി ഏത് നമ്പറായിരിക്കും കാണിക്കേണ്ടത്, ഓഡ് നമ്പർ കാണിക്കണം. കാരണം ഈവൻ നമ്പർ പ്ലസ് ഓഡ് നമ്പറാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഓഡ് നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കുട്ടി ഓഡ് നമ്പർ കാണിച്ചു. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ നമ്പറാണ്, 1 3 5. അപ്പോൾ ആദ്യത്തെ കുട്ടി 2 നമ്പേഴ്സ് കാണിക്കുമ്പോഴും രണ്ടാമത്തെ കുട്ടി 3 നമ്പേഴ്സായ 1 3 5 ഇത് കാണിക്കുമ്പോഴാണ് എന്ത് കിട്ടുക, ഓഡ് നമ്പർ സമ്മായിട്ട് കിട്ടുക. അപ്പോൾ ഈ 2 നമ്പറും ഈ 3 നമ്പറും തമ്മിൽ എത്ര ജോഡികൾ ഉണ്ടാക്കാം, 2 × 3 6 ജോഡി. ഈ ജോഡികളുടെയും പ്രത്യേകത എന്താണ്, ഈ ജോഡികളിലെ ഡിജിറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് തന്നെ കിട്ടും, ഓഡ് നമ്പർ കിട്ടും. അങ്ങനെ ഓഡ് നമ്പർ കിട്ടുന്ന എത്ര ജോഡി കിട്ടി നമുക്ക്, 6 ജോഡി. പിന്നെ ഇവിടെ ഒരു 6 ജോഡിയും കൂടി. അങ്ങനെ 6ഉം 6ഉം 12 ജോഡികൾ എന്ത് കിട്ടും, ഓഡ് നമ്പറായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്താ, ഔട്ട് ഓഫ് 25 എത്ര എണ്ണം ഓഡ് നമ്പർ കിട്ടും, 12. അപ്പോൾ 12/25 ആണ് ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇനി നമുക്ക് ഈവൻ നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമായില്ലേ. ഇനി ഈവൻ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 25ൽ നിന്ന് 12 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്പേഴ്സായിട്ട് കിട്ടുന്ന ജോഡികളുടെ എണ്ണം കിട്ടും. ഈവൻ നമ്പേഴ്സ് കിട്ടുന്ന ജോഡികളുടെ എണ്ണം കിട്ടാനായിട്ട് ടോട്ടൽ 25ൽ 12 പെയേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഓഡ് നമ്പർ. അങ്ങനെയാണെങ്കിൽ ഈവൻ നമ്പർ എത്ര പെയേഴ്സിലാണ് ഉണ്ടാവുക, 13. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്താണ്, 13/25. എളുപ്പമല്ലേ അത്?